കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്തുന്നതിനുള്ള ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നാളെ ആരംഭിക്കും. മഞ്ജുഗുനി അഴിമുഖത്ത് നിന്ന് ഡ്രഡ്ജർ യാത്ര തുടങ്ങി. വിവരങ്ങൾ സിജു കണ്ണൻ നൽകും. സിജു, വിശദാംശങ്ങൾ. ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നാളെ തിരച്ചിൽ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാത്രിയോടെ ഡ്രഡ്ജർ ഈ അപകടമുണ്ടായ സ്ഥലത്തെത്തിക്കും. ഇപ്പോൾ ഗംഗാവാലി പുഴയിൽ കൂടി യാത്ര തുടരുകയാണ്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് മഞ്ജുഗുനി അഴിമുഖത്തേക്ക് ഡ്രഡ്ജർ എത്തിച്ചത്. കാർവാറിൽ നിന്നും പുലർച്ചെ പുറപ്പെട്ട് 10 മണിയോടെ മഞ്ജുഗുനി അഴിമുഖത്തെത്തി. അവിടെ പക്ഷേ ജലനിരപ്പ് കൂടുതലായതിനാൽ വേലിയിറക്കത്തിനായി കാത്തിരുന്നു. അതിന് തൊട്ടടുത്ത് മഞ്ജുഗുനി പാലമുണ്ട്. പാലത്തിന്റെ ഉയരം പ്രശ്നമായതിനാൽ പിന്നീട് വേലിയിറക്കം വരെ കാത്തിരിക്കുകയായിരുന്നു. വൈകുന്നേരം 4:30 പിന്നീട് യാത്ര തുടർന്നത്. 4:30 ശേഷം വേലിയിറക്കത്തിൽ വളരെ സുഗമമായി ഈ പാലത്തിന് താഴെ കൂടി ഡ്രഡ്ജർ കടത്തി കൊണ്ടുവരാൻ സാധിച്ചു. പിന്നീട് കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ ആഴമില്ലാത്ത പ്രദേശങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട സാഹചര്യം വന്നു. വേലിയേറ്റത്തിനായി പിന്നീട് കാത്തു നിൽക്കുകയായിരുന്നു. പിന്നീട് വേലിയേറ്റ സമയത്ത് യാത്ര തുടരുന്നുണ്ട്. അല്പസമയത്തിനകം ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗോവയിൽ നിന്ന് എത്തിച്ച ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്ത് പരിശോധന നടത്താനാണ് തീരുമാനം. നാളെ രാവിലെ തന്നെ തിരച്ചിൽ ആരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത്. നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്ത് കല്ലും മണ്ണും മരങ്ങളും അടിഞ്ഞുകൂടിയ സ്ഥലത്ത് നിന്ന് ഈ മണ്ണ് നീക്കം ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം ഈ പ്രദേശത്ത് മണ്ണ് നീക്കം ചെയ്യുന്നതിൽ ആയിരിക്കും ശ്രദ്ധ ചെലുത്തുന്നത്. പുഴയിൽ നിലവിൽ ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുഴയിൽ ഒഴുക്കിന്റെ തോത് കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നാവികസേന നടത്തിയ പരിശോധനയിൽ 3 നോട്ട്സിന് താഴെയാണ് പുഴയുടെ ഒഴുക്ക് എന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധനയുടെ ഭാഗമായി തന്നെ മണ്ണും കല്ലും മരങ്ങളും എല്ലാം തന്നെ നീക്കം ചെയ്യുന്നതിനൊപ്പം പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ ഈശ്വർ മാൽപ്പെ ഉൾപ്പെടെയുള്ള ആളുകളുടെ സേവനം തേടുമോ എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അവലോകന യോഗം ചേർന്നിരുന്നു. ഈ ഡ്രഡ്ജർ മണ്ണ് നീക്കം തുടങ്ങിക്കഴിഞ്ഞാൽ, ഈ പ്രദേശത്ത് മണ്ണും മരങ്ങളും കല്ലും നീക്കം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഏറെ നാളുകൾക്ക് ശേഷമാണ് ഡ്രഡ്ജർ എത്തിക്കുമെന്ന് പറഞ്ഞ് നാളുകൾക്ക് ശേഷമാണ് ഡ്രഡ്ജർ ഇപ്പോൾ ഷിരൂരിൽ എത്തിയിരിക്കുന്നത്. ഓഗസ്റ്റ് 16 അവസാനമായി ഇവിടെ തിരച്ചിൽ നടത്തിയത്. അന്ന് ഡ്രഡ്ജർ എത്തിക്കുമെന്ന് പറഞ്ഞ് ആണ് തിരച്ചിൽ അവസാനിപ്പിച്ചതെങ്കിലും പലവിധ സാങ്കേതിക കുരുക്കുകളിൽപ്പെട്ട് ഇത് അനിശ്ചിതമായി നീളുകയായിരുന്നു. പിന്നീട് ഈ അർജുന്റെ കുടുംബം, സഹോദരി ഭർത്താവ് ജിതിൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ നേരിട്ട് കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ലോറി ഉടമ മനാഫിന്റെ നേതൃത്വത്തിൽ, അർജുൻ രക്ഷാസമിതിയുടെ നേതൃത്വത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെയും കണ്ടിരുന്നു. ഇതിനുശേഷമാണ് ഡ്രഡ്ജർ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കൂടുതൽ വേഗത്തിലായത്. തുടർന്ന് ഡ്രഡ്ജർ ഇപ്പോൾ എത്തിക്കാൻ കഴിഞ്ഞ സാഹചര്യത്തിൽ വലിയ പ്രതീക്ഷയാണുള്ളത്. നിലവിൽ ഈ ഷിരൂർ ഉൾപ്പെടെയുള്ള മേഖലയിൽ കാലാവസ്ഥ അനുകൂലമാണ്, മഴയില്ല. പുഴയിലെ ജലനിരപ്പും ഒഴുക്കും കുറഞ്ഞ സാഹചര്യത്തിൽ സുഗമമായി തെരച്ചിൽ നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിജു കണ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.